ഹലോ. അപ്പം ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു വ്ളോഗാണ്, ട്രാവൽ വ്ളോഗാണ്. നമ്മൾ കാനഡയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ലോങ് ട്രിപ്പ് പോകുന്നതാണ്. അപ്പം ഞങ്ങൾ ട്യൂലിപ്പ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് നല്ല സ്പോട്ട്സ് ഉണ്ട്, അപ്പോൾ അവിടേക്ക് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം നമ്മൾ ബ്രൈഡൽ ഫോൾസിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ചിലിവാക്ക്, അവിടെ ഒരു യൂറോപ്യൻ ആർക്കിടെക്റ്റുള്ളൊരു സ്ട്രീറ്റ് ഉണ്ട്. അവിടെ നിന്ന് പിന്നെ ഹാരിസൺ ലേക്ക്, അവിടെ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്ന അവിടെയാണ്. അപ്പം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് ട്യൂലിപ്പ് ഫെസ്റ്റിവൽ. ഈ ഒരു വീഡിയോയിൽ ഈ 4 ഡെസ്റ്റിനേഷൻസ് ആണ് ഇടുന്നത്. അത് കഴിഞ്ഞ് പാർട്ട് 2-ൽ ബാക്കി ഇടുന്നതായിരിക്കും. ഹലോ ഗായ്സ്, നമ്മൾ സൂര്യ കാനഡ വന്നിട്ടുള്ള ഫസ്റ്റ് റോഡ് ട്രിപ്പാണ്. നമ്മൾ മുമ്പ് മൂവി കാണാൻ വേണ്ടി ഒരു 1 hour 1.5 hours ഡ്രൈവുള്ള സ്ഥലങ്ങളിൽ പോയി. പക്ഷേ ഇതാണ് ആക്ച്വൽ പ്രോപ്പർ റോഡ് ട്രിപ്പ്. സോ അപ്പോൾ നമ്മൾ വാൻകൂവറിൽ ട്യൂലിപ്പ് ഫെസ്റ്റിവൽ കാണാൻ പോവാണ്. ഞാൻ മുമ്പ് വാൻകൂവർ പോയിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും ട്യൂലിപ്പ് ഫെസ്റ്റിവലിന് പോയിട്ടില്ല. സോ ഹിയർ വി ഗോ ഫോർ ഗോയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. എക്സൈറ്റഡ് ഡേ. അങ്ങനെ ഉറങ്ങിയതിന് ശേഷം ബേബി എണീച്ച് വീഡിയോ എടുക്കുകയാണ് ഗൈസ്. ഇനി എത്ര ദൂരമുണ്ട്? ഇനി വെറും 450 കിലോമീറ്റർ മാത്രം. ഇഷ്ടംപോലെ ഫാമുകൾ കാണാം ചുറ്റും. കുറച്ച് നടക്കാനുണ്ട്. ഇത് കുറച്ച് ദൂരമുണ്ട്. ഞാൻ ഇപ്പോഴേ തളർന്നു. ചേട്ടൻ്റെ ഭയങ്കര ആക്റ്റീവായിട്ട് മുന്നേ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സൗണ്ട് കേൾക്കാം. ഈ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് വാട്ടർഫോൾസ് കാണാൻ പറ്റും. ഇതാണ് ബ്രൈഡൽ ഫോൾസ്. ഇതിൻ്റെ മേളിലോട്ട് കയറാൻ ഇച്ചിരി പാടാണ്. എന്നാലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ വലിഞ്ഞവിടെ കയറി. അതിന് ശേഷമുള്ള വ്യൂ ആണ് ഞങ്ങൾ കയറിയിട്ടുള്ള. ബ്രൈഡൽ ഫോൾസ് കണ്ടിട്ട് താഴെ ഇറങ്ങി അടുത്ത നമ്മളിനി നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ ഒരു നല്ല കഫേസ് ഒക്കെ ഉള്ള ഒരു യൂറോപ്യൻ ആർക്കിടെക്റ്റ് ഉള്ള പോലത്തെ സംഭവങ്ങളുള്ള ഒരു സ്ട്രീറ്റ് ഉണ്ട് ചില വാക്കിൽ. അപ്പോൾ ഇനി അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 1881 സ്ട്രീറ്റിലെത്തി. അപ്പോൾ ഇനി അങ്ങോട്ട് നടന്ന് കാണാൻ വേണ്ടി പോവുക. അപ്പോൾ ഇവിടെ പാർക്കിങ് രാവിലെ 7 മണി തൊട്ട് രാത്രി 8 മണി വരെ ഫ്രീ ആണ്, മൺഡേ ടു സാറ്റർഡേ. അപ്പോൾ നമ്മൾ അകത്ത് പോയി പേ പാർക്കിംഗ് സോണൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്ട്രീറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് അവൈലബിൾ ആണ്, ഫ്രീ പാർക്കിംഗ്. സോ ഇതാണ് തണ്ടർ ബേർഡ് ലൈൻ. ഇതുപോലെ ഓരോ സൈഡിലും ഓരോ എൻട്രൻസ് പോയിൻ്റ് ഉണ്ട് അവിടെ. അപ്പോൾ അതനുസരിച്ച് ഓരോ സ്ട്രീറ്റിന് ഓരോ നെയിം അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മളെല്ലാം ഏത് പോയിന്റിൽ നിന്ന് എൻ്റർ ചെയ്താലും ഈ സെയിം ആലിയിലുള്ള ഈ ബിൽഡിങ്സിലും കഫേസിലും എല്ലാം എത്തും. ഇത് നല്ല അടിപൊളി സ്ഥലമാണ്. ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല കഫേസ് ഉണ്ട്. പിന്നെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ എല്ലാവരുമൊക്കെ ചില്ല് ചെയ്യാനായിട്ട് വരുന്നൊരു സ്പോട്ടാണ്. സോ നിങ്ങളാരെങ്കിലും ഒക്കെ ചിലവാക്കി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം ചെക്കൗട്ട് ചെയ്യണം. നല്ലൊരു സ്പോട്ടാണ്. പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ പിന്നെ അവിടെ നേരെ നമ്മളെ നെക്സ്റ്റ് സ്പോട്ടായ ഹാരിസൺ ലേക്കിലോട്ട് പോയി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹാരിസൺ ലേക്കിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി ബ്യൂട്ടിഫുള്ളാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് കാണാം. നല്ല ലേക്കാണ്. അതിൻ്റെ ബാക്കിൽ സ്റ്റിൽ കുറച്ച് സ്നോ ഉള്ള റോക്കി മൗണ്ടൻസ് കാണാം. പിന്നെ ഇവിടെ പബ്ബ് എല്ലാം ഉണ്ട്. അതേപോലെ അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമായിട്ട് തോന്നി. മേ ബി ടുമോറോ നമ്മൾ രാവിലെ നേരം വെളുത്തിട്ട് സൺലൈറ്റ് ഉള്ളപ്പോൾ വന്ന് ഒന്നും കൂടെ കാണാമെന്ന് വിചാരിക്കുക. ഇവിടെ ഹാരിസൺ ലേക്ക് ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. അതെ, ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഹോട്ടലിൽ കാണിക്കാം. നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ ഇതാണ്.
റൂംസാണ്. ഫോട്ടോസിലെല്ലാം കണ്ട പോലെ തന്നെ അത്ര ഭയങ്കര ഒരു ഭംഗിയുള്ള റൂംസൊന്നും അല്ലായിരുന്നു. പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തു. വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് രാവിലെ ഇപ്പോൾ ഹാരിസൺ ലേക്കിൽ വന്നു. ലേക്കിൻ്റെ ഇതാണ് കാണുന്ന ലേക്കിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് വേറൊരു ചെറിയ പോണ്ട് പോലൊരു ലേക്കാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു കിഡ്സിനും ഫാമിലിക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. They can play volleyball and all. Looks good. But it's still cold, so ആൾക്കാരും വെള്ളത്തിലോട്ട് ഇറങ്ങി തുടങ്ങിയില്ല. ഈ സ്നോ ക്യാപ്സ് മൗണ്ടൻസ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. It's not even minus, but then it's because of the altitude. Yeah, that looks pretty. ലേക്കിൻ്റെ തന്നെ തൊട്ടടുത്തായിട്ട് ഹാരിസൺ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയുടെ എൻട്രൻസിൽ തന്നെ കുറേ ചെറി ബ്ലോസംസ് കാണാൻ പറ്റി. സൂര്യ ആദ്യമായിട്ടാണ് ചെറി ബ്ലോസംസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ അതൊരു അടിപൊളി വ്യൂ ആയിരുന്നു. അതേപോലെ തന്നെ ആ ഹോട്ടലിൻ്റെ അകത്ത് ഹോട്ട് സ്പ്രിങ്സ് അവൈലബിൾ ആണ്. ഈവൻ ഫോർ ജനറൽ പബ്ലിക്കോ ആരെങ്കിലും അവിടെ പോകുന്നുണ്ടെങ്കിൽ അവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഫെസിലിറ്റി സെറ്റ് ചെയ്തിരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഉള്ള ഒരു ലോക്കൽ ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് ദ ഡേ. ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയതേ ഉള്ളൂ. ട്രൈ നോക്കാമെന്ന് വിചാരിച്ചു. സൂര്യയുടെ ഡ്രസ്സും സൂര്യ കിട്ടിയ ഫുഡും അങ്ങനെ മാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ട്യൂലിപ്പ് ഫെസ്റ്റിവൽ കാണാൻ എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം കണ്ടു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര വിശപ്പ്. പിന്നെ അവിടെ കുറേ ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി നല്ല ബർഗറും ഫ്രൈസും എല്ലാം കഴിച്ചു. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസേ അവിടെ ഉള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ കാറിൽ വന്ന് നമ്മൾ ഇന്നലെ മേടിച്ച് വെച്ച കുറച്ച് ടേസ്റ്റ് എടുത്ത് കഴിച്ചു.